നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സ്വപ്നം കാണുന്ന കണ്ണുകൾക്ക് ഒരു ദൃശ്യവിരുന്ന്. സർഗസൃഷ്ടികൾക്കായി ഒരുങ്ങുന്ന ഫ്രെയിമുകൾ. വെൽക്കം ടു ജീസസ് കിഡ്സ്. ഓരോ പ്രവൃത്തികളും നമ്മുടെ മനസ്സിന്റെ നന്മ തിന്മകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വൃക്ഷം നല്ലതാണെങ്കിൽ ഫലവും നല്ലതാണ്. ഫലത്തിൽ കൂടെ വൃക്ഷത്തെ അറിയാം എന്നൊക്കെ കേട്ടിട്ടില്ലേ? മനസ്സിൽ നന്മ നിറയണമെങ്കിൽ അറിവ് വേണം. അറിവിനായി വായിക്കണം, കാണണം, കേൾക്കണം. അതും തിരഞ്ഞെടുക്കപ്പെട്ട കഥകൾ, കാഴ്ചകൾ, മൊഴികൾ. ഇതാ ഇവിടെ നമുക്ക് മുമ്പിൽ ഒരുങ്ങുന്നു കാട്ടിലെ കൂട്ടുകാർ. സമയം പോയി. മോനെ മോനെ ചായ അകത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരി അമ്മേ. പിന്നെ പുട്ട് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ മൂടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കഴിച്ചോളാം. മോനെ കറി ഉണ്ടാക്കാൻ അമ്മയ്ക്ക് നേരം കിട്ടിയില്ല കേട്ടോ. മോൻ അല്പം പഞ്ചസാര എടുത്ത് തിന്നോ. ഞാൻ എടുത്ത് കഴിച്ചോളാം. അമ്മ പൊക്കോ, അല്ലെങ്കിൽ ബസ് കിട്ടൂല. എന്നാ ഞാൻ പോവാ. വേഗം പല്ല് തേച്ച് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഉറക്കം കളഞ്ഞു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. നാശം, ഇത് വലിയ ശല്യായല്ലോ. എന്റെ അമ്മ, സമയം പോയ ഒരു പോക്കെ. എന്തൊരു ക്ഷീണ. കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങായിരുന്നു. വിശന്നിട്ട് വയ്യ. പുട്ടുണ്ടെന്നാ അമ്മ പറഞ്ഞത്. ഒരൊട്ടകത്തെ തിന്നാനല്ല വിശപ്പുണ്ട്. വേഗം വേഗം. ഈ പല്ല് തേക്കണം, അതാ കഷ്ടം. എല്ലാ ദിവസവും പല്ല് തേക്കുന്നതല്ലേ. ഒരു ദിവസം തേച്ചില്ലെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കാനല്ലേ. സമയം 8 എങ്ങനെ ഇത്ര പെട്ടെന്ന് സമയം പോകുന്നേ? പല്ല് തേക്കാണ്ട് ഭക്ഷണം കഴിക്കരുതെന്നാ സാറ് പറഞ്ഞത്. വിശന്നിട്ട് കണ്ണും കാണുന്നില്ല. സാരമില്ല, പല്ലൊക്കെ പിന്നെ തേക്കാന്നേ. ഓടി കിടക്കണ കിടവ് കണ്ട. പുട്ടാണേ, വറുത്തിന്നറിയ പുട്ട്. എന്നിട്ട് വിശാലമായിട്ടങ്ങ് കഴിക്കണം. എന്തോരം പുട്ട. ഇതൊക്കെ എപ്പോ കഴിച്ചു തീർക്കുമെന്നാണ് എന്റെ ഒരു സംശയം. കൊത്തി വന്നിട്ട് അയ്യോ. എന്റെ അമ്മ, ഗംഭീറിന്റെ സൗണ്ട് ആണല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? ഇതിപ്പോ ഇവിടെ വെക്കണോ? ഇവിടെ വെച്ച് ഞാൻ കാണാല്ലേ. ഇതിപ്പോ താഴെ വെക്കാൻ പറ്റുമോ? ഇതിപ്പോ എവിടെയാണോ വെക്കുന്നേ?
മോട്ടു മോട്ടു ഇവിടെ ആരുല്ലേ? ഇവനിത് എവിടെ പോയി? കപിലും ഗംഭീരവാ. ഇപ്പൊ വാതില് തുറന്ന ഇവന്മാർക്ക് കൂടി കൊടുക്കേണ്ടി വരും. ആ പിന്നെ അങ്ങനെ ഇപ്പൊ തിന്ന് സോയിക്കണ്ട. ഇതിപ്പോ പക്ഷെ എവിടെ വെക്കൂന്ന്? ഐഡിയ. എനിക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു. സമ്മതിക്കണല്ലേ? 1 2 കേറട്ടങ്ങനെ കേറട്ടെ കേറട്ടങ്ങനെ കേറട്ടെ. ദേഷ്യോട്ട് എന്നെ സമ്മതിക്കണം. സാമ്പിളിന് പുട്ടിന്റെ പൊടി ഇവിടെ ഇരുന്നോട്ടെ. ഇനി നിന്നിട്ട് കാര്യമില്ല കപിൽ, നമുക്ക് പോകാം. അതാ അത് തന്നെയാ നല്ലത്. അല്ല ഇനിയിപ്പോ ഇതെന്താ ചെയ്യാ? അത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചാലോ? ആ അത് നല്ലതാ കേട്ടാ. നിങ്ങളായിരുന്നോ? നിങ്ങൾ വിളിച്ചായിരുന്നോ? പിന്നില്ലാതെ ഞങ്ങൾ എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. ഞാനേ അപ്പുറത്തെ ബാത്റൂമിലെ പല്ല് തേക്കാൻ പോയതായിരുന്നു. ഓ അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ട് കേൾക്കാതിരുന്നതല്ലേ? അതെ അതെ. അതെ നിങ്ങളെന്താ ഈ വഴിക്ക്? ഞാനേ അതുവഴി കപിലിന്റെ വീട്ടിലേക്ക് പോവായിരുന്നു. അല്ല എന്താ കപിലിന് വിശേഷം? വിശേഷമൊന്നുമില്ല, ഇവന്റെ വീട്ടിൽ ആളില്ലാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവന്റെ വീട്ടിൽ നിന്നാക്കാമെന്ന് കരുതി. അതെ അങ്ങനെ ഗംഭീർ എന്റെ വീട്ടിലേക്ക് വരുന്ന വഴി നിന്റെ അമ്മയെ കണ്ടു. എന്നിട്ട് എന്നിട്ട് എന്താ പറ്റി? മോട്ടുവിന്റെ അമ്മ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ. അത് പിന്നെ അപ്പൊ നിങ്ങൾ നേരത്തെ വരണ്ടേ? ഞാനതേ മുഴുവൻ തിന്നു തീർത്തു. സത്യത്തിലേ എനിക്ക് അത്രയും വേണ്ടിയിരുന്നില്ല. എന്നിട്ടും വേസ്റ്റ് ആകരുതല്ലോ എന്ന് കരുതി ഒരു വിധത്തില് കഴിച്ചു തീർത്തതാ. കണ്ടോ എന്റെ വയറ് പൊട്ടാറായി. സത്യായിട്ട്. അല്ല അപ്പൊ മോട്ട് പല്ല് തെക്കിയായിരുന്നില്ല ഇപ്പൊ? അതിനു മുമ്പ് പുട്ട് തിന്നാ? അത് പിന്നെ നല്ല വിശപ്പായിരുന്നേ. അപ്പൊ പിന്നെ പല്ല് തേക്കാനൊന്നും നോക്കിയില്ല. ഭയങ്കര വൃത്തിയായിരുന്നല്ലോ. ഇന്നിപ്പോ എന്താ പറ്റിയത്? വിശന്നിട്ട് വയ്യായിരുന്നു, അതുകൊണ്ടാ അങ്ങനെ ചെയ്തത്. പിന്നെ 2 നേരം പല്ല് തേക്കണമെന്നാണല്ലോ കഴിഞ്ഞ ദിവസം സാറ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതേ. ആ പറഞ്ഞത് ശരിയാ. അപ്പോഴേ ഗംഭീർ നമുക്ക് ഈ പഴം കഴിക്കാം. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇപ്പൊ പുട്ട് നിന്ന് നിൽക്കുന്നതാ. പഴോ? അതെവിടുന്നാ? ഇത് കപിലിന്റെ വീട്ടിലുണ്ടായ റോബസ്റ്റ് പഴമാണ്. ഇവിടെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് മോട്ടുവിന്റെ അമ്മ പറഞ്ഞപ്പോ പുട്ടും പഴവും കൂടി കഴിക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാ. എന്തായാലും മോട്ടുവിന് വേണ്ടി വരില്ല ഗംഭീർ, നമുക്ക് കഴിക്കാമെന്നേ. ദേ എനിക്ക് വിശന്നിട്ട് വയ്യ. വാ. എന്നാ പിന്നെ ഇതൊക്കെ കഴിച്ചു തീർത്തിട്ട് പോവാ അല്ലേ? മോട്ട് പുട്ട് കഴിച്ച് വയറ് പൊട്ടാറായിട്ടിരിക്കല്ലേ? അതെ അതെ, എനിക്കിനി ഒട്ടും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. ഗംഭീർ വാ, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. വാ നിങ്ങൾ കഴിക്ക്. പുട്ടും കൂടി കഴിക്കാൻ പറ്റിയ പഴ. നല്ല മധുരം. ഇതാണ് എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാമെന്ന് പറയുന്നത്. മോട്ടു ഇപ്പൊ വേണ്ടെങ്കിലും അല്പം കഴിഞ്ഞു കഴിച്ചോ, നല്ല മധുര. എനിക്ക് നീ ഒന്നും പറയണ്ട, ഇത് പിടിക്കുന്നു. കഴിച്ചു നോക്ക്. ഞാനേ വയറ് നിറച്ചിരിക്കുവാ. നിങ്ങൾ കഴിക്ക്. ഞങ്ങളുടെ വയറ് നിറഞ്ഞു വന്നേ. എന്നാലേ ഞങ്ങൾ പൊക്കോട്ടെ, നമുക്ക് പിന്നെ കാണാം. ശരി. വയറ് നിറഞ്ഞിട്ട് നടക്കാൻ പറ്റാവോ? ഇതപ്പോ പഴം കൊണ്ടല്ലേ വയറ് നിറയ്ക്കുന്നത്. ദൈവത്തിന്റെ ഓരോ കളികളെ. പുട്ട് തിന്നാൻ നോക്കുമ്പോ പഴം എക്സ്ട്രാ കിട്ടുക. എന്താ പരിപാടി? മോനെ ഇങ്ങനെ ഇരിക്കട്ടാ. ഹായ്, പുട്ടും കിട്ടി പഴവും കിട്ടി. ഫ്രണ്ട്സും പോയി പഴവും കിട്ടി.
മോനെ പോരാനത് വിഷമം. ട്രൈ അഗൈൻ. കം ഓൺ, വരൂ. ചേടാ ഇതെന്താ കിട്ടാത്തെ? ദൈവമേ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇത് കിട്ടുന്നില്ലല്ലോ എന്റെ പുട്ട്. ഈ പഴം കൊണ്ട് എന്താവാനാ? ഈശോയെ, അവരെയും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ പുട്ടും പഴവും കൂടെ കഴിക്കായിരുന്നു. പക്ഷെ മുഴുവനും തിന്നാനുള്ള എന്റെ ആക്രാന്തം കാരണം ഇനി ഞാൻ വിശന്നിരിക്കണം. അവർക്കും കൂടി കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വിശന്നിരിക്കണ്ടായിരുന്നു. മകനെ നിനക്ക് സംഭവിച്ചതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. നിന്റെ കൂട്ടുകാരെ നീ സ്നേഹിച്ചില്ല. അവരുടെ പ്രശ്നങ്ങൾ നീ മനസ്സിലാക്കിയില്ല. പങ്കുവെക്കുന്ന സ്നേഹമല്ലേ നീ കുരിശിൽ കാണുന്നത്? അവിടുന്ന് കുരിശിൽ കിടന്ന് പുളയുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ ലോകത്തിന് അമ്മയായി നൽകി. തൻ്റെ ശരീരവും രക്തവും നമുക്കായി നൽകി. ഇത്രയും വലിയ മാതൃകകൾ നിനക്ക് മുൻപിലുണ്ടായിട്ടും നിന്റെ ഒരു നേരത്തെ ഭക്ഷണം കൂട്ടുകാരുമായി പങ്കുവെക്കുവാൻ എന്തേ നീ മടി കാണിച്ചു? ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും എന്ന സുഭാഷിതം 29:12 വചനമോർക്കുക. കൊടുക്കുന്നത് കൊണ്ട് ആരും ദരിദ്രരായി തീരുന്നില്ല. മറിച്ച് ദൈവം അവനോടൊപ്പം സഞ്ചരിക്കും. എന്റെ ദൈവമേ, തെറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണേ. ഞാനിനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എന്നോട് ക്ഷമിക്കണേ. ഞാനിനി നല്ല കുട്ടിയായിട്ട് ജീവിച്ചോളാം. സത്യമായിട്ടും. കണ്ടോ, ഇതാണ് കാട്ടിലെ കൂട്ടുകാരുടെ നന്മയെങ്കിൽ നമുക്ക് അതിനേക്കാൾ കൂടുതൽ നന്മ വേണ്ടേ? തീർച്ചയായും വേണം. നിഷ്കളങ്കമായ മനസ്സോടെ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അത് സാധ്യമാകും. നിഷ്കളങ്കമായ ചിന്തകൾ നമ്മെ സർഗ സൃഷ്ടിയിലേക്ക് നയിക്കും. അതാണ് ഇന്ന് സ്വപ്നാന്റി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് കാണാം മാണിക്യച്ചെപ്പ്. മാണിക്യച്ചെപ്പിലേക്ക് സ്വാഗതം. സാധാരണ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞ് വലിച്ചെറിയുന്ന വസ്തുക്കൾ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ വീണ്ടും എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു ഒരിക്കലും നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനെ ദൈവം തന്ന കഴിവുകൾ നമ്മൾ ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് ചിന്തിക്കണം. അത്തരത്തിലുള്ളൊരു വസ്തുവാണ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ഒരു വസ്തുവാണ് ഐസ്ക്രീം സ്റ്റിക്ക്. ഇതിനെ നമ്മൾ വീണ്ടും എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു നമുക്ക് നോക്കാം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഫെവിക്കോൾ. ഇത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തു ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം 2 സ്റ്റിക്ക് എടുക്കുക. ഈ സ്റ്റിക്കിനെ 2 സൈഡിലും പശ വെക്കുക. ഇനി ഇതിനെ 9 സ്റ്റിക്കും കൊണ്ട് ഒട്ടിക്കണം. ഈ അകലം തന്നെ വേണം. ഈ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ അകലം തന്നെ വേണം. ഇനി നടുക്കും അതുപോലെ തന്നെ. ഈ ബേസ് ഇതുപോലെ ഉണക്കിയെടുത്തതാണ്. കുറച്ച് നേരം വെക്കണം ഉണങ്ങാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയ ഒരു ബേസാണ് ഇത്. അതിനുശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്റ്റിക്ക് ഒട്ടിക്കുന്നു. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അടുത്ത് ഒട്ടിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റിക്ക് ഒട്ടിച്ചുകൊണ്ട് പോകണം.
ഉപയോഗിച്ച് കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ ഐസ്ക്രീം സ്റ്റിക്കും കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാത്രമാണ് ഇത്. ഇത് നമുക്ക് വേണമെങ്കിൽ പൂ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് പെൻ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ നമുക്ക് ഉപയോഗിച്ചെടുക്കാം. ദൈവം നമുക്ക് ഒരുപാട് വസ്തുക്കൾ പ്രയോജനപ്പെടുത്താൻ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് പാഴാക്കാതെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാം. നിങ്ങളുടെ ഭാവനകളും ജീസസ് കിഡ്സുമായി പങ്കുവെക്കാം. നിങ്ങളുടെ സൃഷ്ടികൾ ജീസസ് കിഡ്സിലൂടെ പ്രദർശിപ്പിക്കാം. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും വിഭവങ്ങൾ പാകമാകുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ബൈ ബൈ.